ദേ നമ്മുടെ ഓണം എക്സാം ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഹിന്ദിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് മാർക്ക് മേടിക്കാനുള്ളതാണ്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കൾ പഠിച്ചു പോകേണ്ട ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത് കേട്ടോ. എന്താണ്? പ്രൊഫൈൽ തയ്യാർ കരേ. പ്രൊഫൈൽ തയ്യാർ കരേ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പ്രൊഫൈൽ ഉണ്ടാക്കാനാണ് അല്ലെ. എന്താണ് ഈ പ്രൊഫൈൽ എന്ന് പറയുന്നത്? അതാണ് മിസ് പറയുന്നത്. മക്കൾ ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. ഒന്നുമില്ല, നമ്മുടെ പേര്, നമ്മുടെ ക്ലാസ്, നമ്മുടെ സ്കൂള്, നമ്മുടെ വയസ്സ്, ഇതാണ് നമ്മുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്വന്തം പേരും വയസ്സും പിന്നെ എന്താണ് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് പിന്നെ എന്താണ് സ്കൂളിന്റെ പേരൊക്കെ പഠിച്ചു വെച്ചിരിക്കണം. അപ്പം നാം എന്ന് വെച്ചാൽ എന്താണ്? നെയിം ആണ് അല്ലെ. എന്താണ്? നെയിം ആണ്, മക്കളുടെ പേരാണ്. കക്ഷ എന്ന് വെച്ചാൽ എന്താണ്? ക്ലാസ് ആണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇപ്പൊ പറയാം പാഞ്ച്വി കക്ഷാമേ, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലെ. ഇപ്പൊ 5ാം ക്ലാസ്സിന് നമ്മൾ എന്ത് പറയും? പാഞ്ച്വി കക്ഷ എന്ന് പറയില്ലേ. പാഞ്ച്വി കക്ഷയിലാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും അല്ലെ. ഇനി സ്കൂൾ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സ്കൂള് എന്ന് വെച്ചാൽ സ്കൂള് തന്നെയാണ് അല്ലെ. ആയു എന്ന് വെച്ചാൽ എന്താണ്? ഏജ് ആണ്. ഏജിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആയു. നിങ്ങൾക്ക് എത്ര വയസ്സായിട്ടുണ്ട്? മിക്കവാറും മക്കൾക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? 10 വയസ്സായിരിക്കും. അപ്പൊ എന്താണ്? നിങ്ങളുടെ പേര്, ക്ലാസ്, പിന്നെന്താണ് സ്കൂള്, ഇതൊക്കെ മക്കള് പഠിച്ചിരിക്കണം. പിന്നെ വേറൊരു രീതിയിൽ എന്ത് ചോദിക്കാറുണ്ട്? ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ എങ്ങനെ എഴുതാന്നും കൂടി മക്കള് പഠിച്ചിരിക്കണം. നോക്കിക്കേ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരും. നോക്കിക്കേ, വിവരൺ പടേ. ഈ തന്നിരിക്കുന്ന ഒരു വിവരണം നിങ്ങൾക്ക് ഒരു ബോക്സിൽ എന്ത് തരും? ഒരു വിവരണം പോലെ തരും. ആ വിവരണം വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ വിവരണം വായിച്ചിട്ട് അതിനനുസരിച്ചിട്ട് അതിലുള്ള ആളുടെ പ്രൊഫൈൽ നിങ്ങൾ തയ്യാറാക്കണം. അതായത് മക്കളുടെ പ്രൊഫൈലാണോ തയ്യാറാക്കേണ്ടത്? അല്ല, നിങ്ങൾ ഈ വിവരണത്തിൽ വായിച്ചിട്ട് ഏതോ ഒരാളുടെ പ്രൊഫൈൽ തന്നിട്ടുണ്ട്. ആ പ്രൊഫൈൽ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ ഉണ്ടാക്കാനാണ് കേട്ടോ മിസ് ഇനി പറയുന്നത്. നോക്കിക്കേ, മനു GUPS കല്ലൂർ മേ 5वीं കക്ഷാ മേ പഠിത്താ ഹേ. എന്താണ്? മനു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പേരാണ്. മനു GUPS, സ്കൂളിന്റെ പേരാണ് എന്ത്? GUPS കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെ. GUPS കല്ലൂരില് 5वीं കക്ഷ. 5वीं കക്ഷ എന്ന് വെച്ചാൽ എന്താണ്? 5ാം ക്ലാസ്സിനാണ് എന്ത് പറയുന്നത്? 5वीं കക്ഷ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മനു ആണ് പേര്. GUP സ്കൂൾ കല്ലൂരിലാണ് പഠിക്കുന്നത്. 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പഠിത്താഹേ. പഠിത്താഹേ എന്ന് വെച്ചാൽ എന്താ? പഠിക്കുന്നു എന്നുള്ള മീനിങ് ആണ് അല്ലെ. ഉസ്കി ആയു, അവന്റെ ആയു എന്ന് പറയുന്നത്, ഏജ് എന്ന് പറയുന്നത് 10 ഹേ. 10 എന്ന് വെച്ചാൽ എന്താണ്? 10 ആണ് എന്ന് പറയണം അല്ലെ. ഉസ്കാ ഘർ, അവന്റെ വീട് എവിടെയാണ്? സ്കൂൾ കെ പാസ് ഹേ. സ്കൂളിന്റെ കെ പാസ് ഹേ, അടുത്താണ് എന്നുള്ള മീനിങ് ആണ്. എന്താണ്? അടുത്താണ്. ഇതാണ് നമ്മുടെ വിവരണത്തിന്റെ മീനിങ് കേട്ടോ. ഇനി മക്കൾ പറഞ്ഞേ, ഇതിനുള്ളിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കുട്ടിയുടെ പേര് കണ്ടുപിടിക്കണം, ക്ലാസ് കണ്ടുപിടിക്കണം, സ്കൂൾ കണ്ടുപിടിക്കണം, ആയു കണ്ടുപിടിക്കണം. സിമ്പിൾ അല്ലേ? കുട്ടിയുടെ പേരെന്താണ്? മനു എന്നാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്താ? മനു എന്ന് നിങ്ങളുടെ ആൻസർ പേപ്പറിലേക്ക് എടുത്ത് എഴുതാ. കക്ഷ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കണ്ടിട്ട് മക്കൾ പറഞ്ഞേ. യെസ്, 5वीं കക്ഷയിലാണ് പഠിക്കുന്നത്. അപ്പൊ മക്കൾ എന്ത് എഴുതും? 5वीं കക്ഷ എന്ന് എടുത്തെഴുതും. ഓക്കെ സെറ്റ്. ഇനി അടുത്ത എന്താണ്? സ്കൂള്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഇവിടെ ഉണ്ടായിരുന്നല്ലോ GUPS. എന്താണ്? GUPS. ഏത് സ്കൂളിലാണ്? കല്ലൂരിലാണ്. ആര് പഠിക്കുന്നത്? നമ്മുടെ മനു പഠിക്കുന്നത് അല്ലെ. ഇനി ലാസ്റ്റ് അവന്റെ ഏജ് എത്രയാണ്? ആയു എത്രയാണ്? ഏജ് എത്രയാണെന്നാണ് എഴുതേണ്ടത്. ഏജ് എത്രയാണ്? നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 10 വയസ്സാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്തു? 10 എന്ന് എഴുതും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു പ്രൊഫൈൽ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഫില്ലാക്കുന്നത് അല്ലെ. ഇങ്ങനെയും ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഇനി മക്കളുടെ സ്വന്തമായിട്ട് പ്രൊഫൈൽ ചോദിക്കാനും സാധ്യത ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് പഠിച്ചിട്ട് മാത്രമേ മക്കളെ എക്സാമിന് പോവാറ് കേട്ടോ. അപ്പൊ എക്സാം ഒക്കെ നല്ല അടിച്ചു പൊളിച്ച് എഴുതിക്കോളാം. ബൈ.